മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായവുമായി ഭിന്നശേഷി വിദ്യാർത്ഥിയും വിവിധ സംഘടനകളും രംഗത്ത്. ദുരിതാശ്വാസ നിധിയിലേക്ക് തുക പൊന്നാനി നഗരസഭാ ചെയർമാന് കൈമാറി. ഉരുൾപൊട്ടൽ ദുരിതത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന വയനാടിന് സമാശ്വാസവുമായി പൊന്നാനി ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥിയും രംഗത്ത്. ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ അധ്വാനഫലമായി നിർമ്മിച്ച കുടവിൽപ്പനയിലൂടെ ലഭിച്ച ലാഭവിഹിതമാണ് ബഡ്സിലെ വിദ്യാർത്ഥി അബ്ദുൽ മാലിക് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറത്തിന് കൈമാറിയത്. വിവിധ സന്നദ്ധ സംഘടനകളും സമാഹരിച്ച തുക നഗരസഭാ ചെയർമാന് കൈമാറി. വയനാടിന് കൈത്താങ്ങായി വോയിസ് ഓഫ് പൊന്നാനി വാട്സാപ്പ് കൂട്ടായ്മ പായസ ചാലഞ്ചിലൂടെ സമാഹരിച്ച 30,000 രൂപയുടെ ചെക്ക് കൺവീനർ SK മുസ്തഫ, സമീർ ചമ്പയിൽ, നിഷാർ ഫ്രൂട്ട്സ്, സുൽഫിക്കർ നാട്ടുകൂട്ടം, നിസാർ പൊന്നാനി, TK അലി, ഖാദർ ആനക്കാരൻ എന്നിവർ ചേർന്ന് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറത്തിന് കൈമാറി. പൊന്നാനിയിൽ വോയിസ് ഓഫ് പൊന്നാനി എന്ന് പറയുന്ന ടീം വാട്സാപ്പ് കൂട്ടായ്മ ഏതാനും ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയാണെങ്കിൽ കൂടി വളരെ സുധീരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഓരോരുത്തർക്കും അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള സംഭാവനകൾ കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ പബ്ലിക്കിന് ഓപ്പണായി തന്നെ ബിരിയാണി ചാലഞ്ചും പായസ ചാലഞ്ചും നടത്തിയാണ് ഇവിടെ ഈ തുക സംഭരിച്ചിട്ടുള്ളത്. ഈ തുക അർഹമായ കൈകളിൽ എത്തിച്ച് വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കുന്നതിനുള്ള ഈ കൂട്ടായ്മയുടെ പ്രവർത്തനം മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ്. അത് കേരളത്തിലെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ തീരദേശ മേഖലയിൽ വളരെ അവസരത്തിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടമായിട്ട് ഈ വാട്സപ്പ് കൂട്ടായ്മ. സ്വാതന്ത്ര്യദിനത്തിൽ ഓട്ടോ പൊന്നാനി മെമ്പർമാർ ബഡ്സ് സ്കൂളിലെത്തി സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കാളികളാവുകയും ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറുകയും ചെയ്തു. വയനാടിന് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50,000 രൂപ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറത്തിനാണ് കൈമാറിയത്. NCV ന്യൂസ് പൊന്നാനി.